ഫിഷ് മോളി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ദശ കട്ടിയുള്ള മീൻ എടുക്കുക, നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് വരഞ്ഞെടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എല്ലാം ചേർത്ത് കുറച്ച് നാരങ്ങ നീര് അല്ലെങ്കിൽ വിനാഗിരിയും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് ഈ ഒരു മീനിലേക്ക് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഫിഷ് മോളി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് മസാലകളുള്ള ഒരു കറിയൊന്നുമല്ല. ഒരു ഫിഷിൻ്റെ ഫ്ലേവർ അല്ലെങ്കിൽ നാളികേരപ്പാലിൻ്റെ ഒരു ഫ്ലേവർ അതൊക്കെയാണ് അതിൽ മുന്നിട്ട് നിൽക്കുക. ഇതുപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുറച്ച് സമയം, ഒരു അരമണിക്കൂറോളം സമയം നമുക്കിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. മീൻ കഷ്ണങ്ങൾ ക്രിസ്പി ആയിട്ട് മാറേണ്ട ആവശ്യമില്ല, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറിൽ തന്നെ വേണം ഇത് ഇരിക്കാൻ വേണ്ടിയിട്ട്. തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് വറുത്തതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെയെല്ലാം നമുക്ക് വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഫിഷ് മോളിയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നാളികേരപ്പാൽ അത്യാവശ്യം ക്വാണ്ടിറ്റി വേണം. അതായത് കൂടുതൽ നാളികേരം ഉപയോഗിക്കണം, പക്ഷേ ഒരുപാട് നാളികേരപ്പാൽ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴായിരിക്കും ആ ഒരു നല്ല ടേസ്റ്റി ആയിട്ട് കുറുകിയ ചാറോട് കൂടിയൊക്കെ തയ്യാറാക്കാൻ പറ്റുള്ളൂ. ഇനി ഞാൻ വേറൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ മീൻ വറുത്തെടുത്ത സെയിം എണ്ണ തന്നെയാണ്. അപ്പോൾ ആ ഒരു മീനിൻ്റെ ഫ്ലേവർ നന്നായിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഇഞ്ചി മുറിച്ചത്, വെളുത്തുള്ളി മുറിച്ചത് ഒക്കെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് സവോള കനം കുറച്ച് മുറിച്ചതും കൂടി ചേർത്തിട്ട് ആവശ്യത്തിനൊന്ന് വഴറ്റിയെടുക്കുക. പക്ഷേ ഒരു ഗോൾഡൻ ഷെയ്ഡിലേക്കൊന്നും ആക്കിയെടുക്കേണ്ട ഒരു ആവശ്യം ഒന്നും തന്നെ ഇല്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഫിഷ് മോളി എന്നൊക്കെ പറയുമ്പോൾ പലരും പല രീതിയിലാണ് ഉണ്ടാക്കുക കേട്ടോ. ഓരോ സ്ഥലത്തിനൊക്കെ അനുസരിച്ച് ഉണ്ടാക്കുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. കറിവേപ്പില, അതുപോലെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചേർക്കുക. അവസാനം ഗരം മസാല ചേർക്കുക. ഗരം മസാല ചേർക്കുമ്പോൾ വളരെ കുറച്ച് അളവിൽ മതി. ഒരുപാട് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരു മസാലയുടെ കുത്തൊക്കെ മുന്നിട്ട് നിൽക്കും. അതിനുശേഷം എല്ലാം കൂടി പച്ചമണം മാറി വരണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കില്ല. എരിവിനനുസരിച്ച് പച്ചമുളകും അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുക. ഇനി ഈ നന്നായിട്ട് വഴന്നു വന്ന ഒരു മസാലയിലേക്ക് നമ്മൾ മീൻ വറുത്തത് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ പൊടിഞ്ഞൊന്നും പോകുന്നില്ല. ഇതുപോലെ വറുത്തെടുത്തിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു സമയത്ത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച രണ്ടാം പാൽ, അതായത് കട്ടി കുറഞ്ഞ നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഞാനിതിപ്പോൾ 1.5 കപ്പ് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. മീനിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നാളികേരപ്പാലൊന്ന് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരട്ടെ. കുറുകി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് തക്കാളി ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തത് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. പക്ഷേ തക്കാളി വഴറ്റിയെടുക്കേണ്ട ആവശ്യം ഒന്നും തന്നെ ഇതിലേക്ക് ഇല്ല. ഇനി പുളിക്കനുസരിച്ച് ഇതിലേക്ക് വിനീഗറാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വിനാഗിരിയുടെ അളവും കൂടി പോകണ്ട. ആവശ്യത്തിനുള്ള ഒരു ടേസ്റ്റ് എത്തുമ്പോൾ നിർത്തുക. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഇനി ഇതിലേക്ക് നമുക്ക് നല്ല കട്ടിയുള്ള നാളികേരപ്പാൽ അല്ലെങ്കിൽ ഒന്നാം പാലും കൂടെ ചേർത്തതിന് ശേഷം തിളച്ച് വരണ്ട. അതിനു മുമ്പ് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നല്ല പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. അവസാനമായിട്ട് ഞാനിതിലേക്ക് പച്ചമുളക് കീറിയതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുപോലെ കറിവേപ്പിലയാണെങ്കിലും ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി അവസാനം ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. പുട്ടിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഫിഷ് മോളി. എല്ലാവരും തയ്യാറാക്കി നോക്കുക. നാളികേരമൊന്നും ഉപയോഗിക്കാതെ, നാളികേരപ്പാലൊന്നും ഉപയോഗിക്കാതെ നല്ല കട്ടിയുള്ള ചാറോട് കൂടിയുള്ള ഒരു മീൻകറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തക്കാളി, സവോളയൊക്കെ മുറിച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില അതുപോലുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയൊരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് സവോള മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തക്കാളി ഇതുപോലെ ഒന്ന് മുറിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി മുറിച്ച് ഇതാണ്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. പക്ഷേ ഓവറായിട്ട് വെന്ത് കുഴഞ്ഞു വരേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ആവശ്യത്തിന് തന്നെ വഴന്ന് വന്നാൽ മതിയാവുന്നുണ്ട്. അപ്പോൾ മീൻകറി ഏതാണെന്നുണ്ടെങ്കിലും തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. അപ്പോഴായിരിക്കും നല്ലൊരു നാടൻ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇതൊന്ന് വഴന്ന് വരട്ടെ. ഇത് ആവശ്യത്തിനൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഈ മുളക് പൊടിയുടെ ആ ഒരു പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി മുറിച്ചതാണ്. അപ്പോൾ തക്കാളി ഒരു 2 തക്കാളിയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് പഴുത്ത തക്കാളി മുറിച്ചത് ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് തന്നെ വഴഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് വരിക. ആ ഒരു രീതിയിൽ വഴറ്റിയെടുത്താൽ മതിയാവും. ഇത് മതി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. തണുത്ത് വന്നതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ല പേസ്റ്റായിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കറിക്ക് നല്ല കട്ടി കാര്യങ്ങളൊക്കെ വരും ഇങ്ങനെ അരച്ചെടുക്കുന്ന ഒരു സമയത്ത്. കണ്ടില്ലേ, ഇപ്പം നമ്മുടെ ഈ ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ആ സെയിം മൺചട്ടി തന്നെ ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക്
ഈ അരച്ച ഒരു മിക്സ് ഒഴിച്ചിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളം ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ കട്ടിയായിട്ട് വരും. ആ ഒരു രീതിയിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഒരു കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കുടംപുളി കഴുകിയതിന് ശേഷം അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിക്ക് വേണ്ടിയിട്ട്. പിന്നെ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് തിളച്ച് വരട്ടെ. തിളച്ച് വരണ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. മീൻ കഷ്ണങ്ങൾ വൃത്തിയാക്കിയത് ഇതിലേക്ക് ചേർത്തിട്ട് ഇത് നന്നായിട്ട് തിളച്ചൊന്ന് നന്നായിട്ട് കുറുകി വരണം. അപ്പോഴായിരിക്കും ആ ഒരു മീനിൻ്റെ ഫ്ലേവർ കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരിക. ഗ്രേവിയും നല്ല അടിപൊളിയായിട്ട് തന്നെ അപ്പോഴായിരിക്കും വരിക കേട്ടോ. അപ്പോൾ നന്നായിട്ട് നിന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വരും. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ഒരു രീതിയിൽ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കുറുകിയ ചാറോടുകൂടി എടുക്കണം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ മീൻകറി അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചിടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചെറിയുള്ളി മുറിച്ചതും അതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അവസാനം മുളക് പൊടി ചേർത്തിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഒരു കറിക്ക് നല്ലൊരു കളർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി നാളികേരമില്ലാതെ തയ്യാറാക്കുന്ന ഒരു മീൻകറി റെഡി ആയിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ മീൻ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചേർക്കുക എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ പച്ചമുളക് അത്യാവശ്യം ചേർക്കുമ്പോഴാണ് ഈ മീൻ കറിക്ക് നല്ല ഫ്ലേവർ കാര്യങ്ങളൊക്കെ കിട്ടുക. പിന്നെ ഒരു ചട്ടിയിലേക്ക് ഞാനിവിടെ ഇഞ്ചി, പച്ചമുളക് അതുപോലെ ഉള്ളി മുറിച്ചത് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിയൊക്കെ അത്യാവശ്യം ചേർക്കുമ്പോഴാണ് ഈ ഒരു മീൻ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുക. പിന്നെ മഞ്ഞൾപ്പൊടി അതുപോലെ എരിവിനനുസരിച്ച് മുളക് പൊടി വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ. എരിവിന് കൂടുതൽ പച്ചമുളകാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. പിന്നെ ഉപ്പ്, കറിവേപ്പില അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് കായ വെച്ച് തന്നെ നന്നായിട്ട് അങ്ങോട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. കുടംപുളി കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ച ഒരു മീൻ കഷ്ണങ്ങളിലേക്ക് ഇത് തേച്ച് പിടിപ്പിച്ച് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നമുക്ക് വെച്ച് കൊടുത്താൽ ഒന്നും കൂടി നന്നായിട്ട് വരും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കാൻ കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് 1-ാം പാലും 2-ാം പാലും, അതായത് കട്ടിയുള്ള നാളികേരപ്പാലും കട്ടി കുറഞ്ഞ നാളികേരപ്പാലും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ടി കുറഞ്ഞ നാളികേരപ്പാൽ ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ നാളികേരക്കൊത്തന്നെ എടുത്തിരിക്കുന്നത് പെട്ടെന്ന് എന്താ പറയുക നാളികേരപ്പാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മുടെ 2 നാളികേരപ്പാലും റെഡി ആയിട്ടുണ്ട്. ഇനി കട്ടിങ് കുറഞ്ഞ നാളികേരപ്പാൽ ചേർത്തിട്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴായിരിക്കും ആ ഒരു മീനിൻ്റെ ഫ്ലേവർ കാര്യങ്ങളും നാളികേരപ്പാലിൻ്റെ ഫ്ലേവറും എല്ലാം കൂടെ നന്നായിട്ട് ആ ഒരു മീൻ കറി അടിപൊളിയായിട്ട് തന്നെ വരിക കേട്ടോ. ഇപ്പോൾ അതേ നമ്മുടെ മീൻ കറി ഒന്ന് തിളച്ച് തുടങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഇത് വേവിച്ചെടുക്കുക. കണ്ടില്ലേ ചാറൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് വീണ്ടും 1-ാം പാൽ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള നാളികേരപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി തിളച്ച് വരേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാച്ചി ഒഴിച്ച് കൊടുക്കണം. അത്രയേ ഉള്ളൂ. അത്രയും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നല്ല അടിപൊളി തൃശ്ശൂർ സ്റ്റൈൽ മീൻ കറി റെഡിയാവും. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഇതിലേക്ക് ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എത്ര നല്ല ടേസ്റ്റുള്ള കറിയാണെന്നുണ്ടെങ്കിലും ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ കറി ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. ഇനി ഞാനിതിന് വേണ്ടിയിട്ട് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ചധികം കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയുള്ളി, കറിവേപ്പില അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് ഫ്രൈ ആയിട്ട് തന്നെ വരണം കേട്ടോ. അപ്പോഴായിരിക്കും ആ ഒരു മീൻ കറിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് വരും. നാളികേരപ്പാലൊക്കെ ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഇതുപോലുള്ള മീൻ കറികളാവുമ്പോൾ നാളികേരപ്പാൽ അത്യാവശ്യം അളവിലുണ്ടാവണം. അപ്പോൾ തന്നെയായിരിക്കും ആ ഒരു നല്ല ടേസ്റ്റി ആയിട്ട് വരിക. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമ്മൾ തയ്യാറാക്കി വെച്ച ആ ഒരു മീൻ കറിയിലേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കല്ല ചുറ്റിച്ച് കൊടുക്കാം മീൻ കറി ആയതുകൊണ്ട് തന്നെ. അല്ലെങ്കിൽ മീൻ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തൃശ്ശൂർ സ്റ്റൈൽ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഈ ഒരു തൃശ്ശൂർ സ്റ്റൈൽ മീൻ കറി. മീൻ കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ മീൻ കഷ്ണങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ മുളക് പൊടി ആയിരിക്കും കുറച്ചധികം ചേർക്കട്ടെ. പിന്നെ വളരെ കുറച്ച് അളവിൽ മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ അളവിലൊക്കെ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് ആക്കി വയ്ക്കാം. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ
ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം ഉലുവ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കാര്യങ്ങളൊക്കെ കിട്ടും. ഓരോ നാടുകളിലും ഓരോ രീതിയിലല്ലേ മീൻകറി തയ്യാറാക്കുക, അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസിലും എല്ലാം വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് ഇഞ്ചി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ വെളുത്തുള്ളി നീളത്തിൽ മുറിച്ചതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഉള്ളി ചെറുതായിട്ട് മുറിച്ചെടുത്തതിന് കേട്ടോ, ചെറിയ ഉള്ളി. ഇത് നല്ലൊരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കും. അതുപോലെ ഗ്രേവിക്ക് നല്ല കട്ടി കാര്യങ്ങൾ എല്ലാം തന്നെ കിട്ടും ഉള്ളി ഇതുപോലെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. ഇനി ചെറിയുള്ളി നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു നാടൻ ഫ്ലേവറൊക്കെ കിട്ടുമല്ലോ കറിവേപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു മിക്സും കൂടിയും ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതുപോലെ മിക്സ് തയ്യാറാക്കിയിട്ട് നമ്മൾ വഴറ്റിയെടുക്കുന്ന സമയത്ത് പൊടികളൊന്നും പെട്ടെന്ന് കരിഞ്ഞു പോകില്ല. ബിഗിനേഴ്സിനൊക്കെ ശരിക്കും യൂസ്ഫുള്ളാണ് ഈ ഒരു രീതിയിൽ തയ്യാറാക്കുമ്പോൾ. നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറി വരണ വരെ ഇത് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ പുളിയുടെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ വാളംപുളിയല്ല, നമ്മുടെ കുടംപുളിയാണ് കേട്ടോ. കുടംപുളി കുറച്ച് സമയം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതും അതിൻ്റെ വെള്ളം കൂടിയാണ്. പിന്നെ കുറച്ച് വാളംപുളിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേവിക്കൊരു കട്ടിങ് കിട്ടും, വേറൊരു ടേസ്റ്റിലേക്ക് വരും മീൻകറി. അപ്പോൾ 2 പുളിയും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു മീൻകറി ഞാൻ തയ്യാറാക്കണത്. അതിനുശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് പിന്നെ നമ്മളിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുള്ളൂ. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഉലുവ വറുത്ത് പൊടിച്ചതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ ഗ്രേവി ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്തിട്ട് മീൻ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി വരുമ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. അത്യാവശ്യം നല്ല പുളിയും എരിവും ഒക്കെ കൂടി ചേർന്നൊരു മീൻകറി ആയിരിക്കും. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. ഇരിക്കും തോറും നല്ല ടേസ്റ്റി ആയിട്ട് വരുന്നൊരു മീൻകറിയുടെ ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇരിക്കും തോറും ഒന്നും കൂടിയും കുറുകി ഒരു മീൻ കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് പിടിച്ചു വരും. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ നമ്മുടെ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി കോട്ടയം സ്റ്റൈൽ അല്ലെങ്കിൽ മീൻ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്.